രാവിലെ തന്നെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. അമൽ തേനമർമ്മൻ കൂടിയുണ്ട്. അമൽ, ഇപ്പോൾ രാവിലെ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ഉള്ള ആളുകളുടെ ക്യൂ ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അമൽ ഏത് ബൂത്തിലാണുള്ളത്? എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങൾ? ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാനായി എത്തുന്ന 184 നമ്പർ ബൂത്തിലാണ് ഞാനുള്ളത്. അത്യാവശ്യം ആളുകളൊക്കെ വന്നു പോകുന്നു. ഇപ്പോൾ കുറച്ചാളുകൾ, ഒരു 10-15 പേരൊക്കെ ഉണ്ട്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അതിനാൽ തന്നെ മഴ നമുക്കൊരു ആശങ്കയായി മാറുന്നുണ്ട്. നമുക്ക് ഡോക്ടർ ഷിനാസ് ബാബുവും കുടുംബവും വോട്ട് ചെയ്യാൻ വന്നു പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ആളാണ്. സ്ഥാനാർത്ഥിയാകുമെന്ന് അവസാന ഘട്ടം വരെ പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട്. ഷിനാസ് ഡോക്ടറെ, വോട്ടൊക്കെ ചെയ്താ? രാവിലെ ചെയ്തു. അതെ അതെ, അതെ. രാഷ്ട്രീയം പറയാൻ ഡ്യൂട്ടി കയറുന്നതുകൊണ്ട് ചെയ്തു. മഴയൊക്കെ ബാധിക്കുമോ? നീ നല്ല രാവിലെ നല്ല മഴയല്ലേ? പോളിംഗ് കുറേ സാധ്യത ഇല്ലല്ല, എല്ലാവരും നല്ല സ്ട്രോങ്ങിലാണ്. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, കാണാം. ഷിനാസ് ഡോക്ടർ താലൂക്ക് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. അവസാന സമയം വരെ പ്രതീക്ഷിച്ചിരുന്നു സ്ഥാനാർത്ഥിയാകും എന്നുള്ളത്. ചർച്ചയിലെല്ലാം സജീവമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് സ്വരാജ് എന്നൊരു പേരിലേക്ക്, ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വതന്ത്ര ചിഹ്നത്തിലൊക്കെ സ്ഥാനാർത്ഥി ആവേണ്ട ഒരാളാണ് ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുന്നത്. അത്യാവശ്യം തിരക്ക് ഈ തുടക്കത്തിൽ കാണുന്നുണ്ട്. സാധാരണ നിലയിൽ ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ രാവിലെ ഒരു തിരക്കുണ്ടാകും. അതിനുശേഷം പിന്നീട് ഉച്ച സമയമാകുമ്പോൾ തിരക്ക് നല്ലപോലെ കുറയും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും തിരക്കുണ്ടാകും. ഇവർ ഒരുപക്ഷെ ഈ ബൂത്തിലേക്ക് ഏറ്റവും ആദ്യം എത്തിയ നിങ്ങളാണ് ഏറ്റവും ആദ്യം ഇവിടേക്ക് വന്നതെന്ന് തോന്നുന്നല്ലേ? ആദ്യം വോട്ട് ചെയ്യുക. സാധാരണ അങ്ങനെ തന്നെയാണ്, എല്ലാ വോട്ടിനും അങ്ങനെ ആദ്യം വരും. അതിന് ആദ്യം വരാൻ കാരണം എവിടെയെങ്കിലും പോകും? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, വീട്ടിലെ കാര്യം നോക്കണം, പിന്നെ മഴയുടെ പ്രശ്നം, പിന്നെ നേരത്തെ കാലത്ത് നമുക്ക് ചെയ്യാനുള്ള അവകാശം രേഖപ്പെടുത്തുക. അതാണ്, ഈ മഴയൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ ഇങ്ങനെ വലിയ ആവേശത്തോടെ എത്തുന്നുണ്ട്. ആരെയും തോന്നുന്നു? ഒന്നും പറയാൻ പറ്റില്ല. ആർക്കാ ചെയ്തതെന്ന് ചോദിക്കുന്നു ജനാധിപത്യ വിരുദ്ധമാണ്, അതുകൊണ്ട് അത് ചോദിക്കുന്നില്ല. എന്തായാലും ആളുകളൊക്കെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ തിരക്കുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അരുണാമൃതനാഥൊക്കെ പറഞ്ഞു വെച്ചതുപോലെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലെല്ലാം പോളിംഗ് കുറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ പോളിംഗ് നല്ലതുപോലെ കുറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. 71% 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ആ പോളിംഗ് ശതമാനം പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് പ്രിയങ്കയുടെ ലീഡ് കൂടി. പക്ഷേ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് നേരെ 10% കുറഞ്ഞ് 61% എത്തുന്നതാണ് കാണുന്നത്. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുമോ എന്നൊരു ആശങ്ക ആളുകൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് മുന്നൊരുക്കം ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, അധികം സമയം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ളതുണ്ട്. ഗൾഫിലൊക്കെ ഒരുപാടുള്ള ആളുകളാണ് ഇവിടെ ഈ പ്രദേശത്തുള്ളത്. അഭിലാഷോടെ വന്നു പോയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, എല്ലാ വീട്ടിൽ നിന്നും ഒരാൾ എന്നുള്ള നിലയ്ക്കൊക്കെ പുറത്താണ്. അപ്പോൾ അങ്ങനെ പോളിംഗ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊരു ആശങ്ക ആളുകൾക്കുണ്ട്. മലയോര മേഖലയിലെ മഴയും വലിയ തോതിൽ പ്രശ്നമാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ എന്തായാലും മഴയൊക്കെ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഒരു അനുകൂലമായ കാലാവസ്ഥയുണ്ട്. പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും മുന്നണികളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഇതൊരു ജീവമരണ പോരാട്ടമാണ് എന്ന് LDFും UDFും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അൻവറിനാണെങ്കിൽ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. BJPക്കും കഴിവിൻ്റെ പരമാവധി വോട്ട് സമാഹരിക്കുക. കഴിഞ്ഞ തവണ കിട്ടിയതിലും ഒരു വോട്ട് താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്താണ് എന്ന് BJPക്കാർക്കും നല്ല ബോധ്യമുണ്ട്. അതിനാൽ തന്നെ NDA സ്ഥാനാർത്ഥിയും സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആളുകളുടെ ലക്ഷ്യം. വോട്ട് ചെയ്തിട്ട് പോവുകയാണോ അതോ ചെയ്യാൻ രാവിലെ തന്നെ എത്തിയല്ലേ? സാധാരണ നിലയിൽ നിങ്ങൾ എത്തുമ്പോൾ ഇത്രയും തിരക്കൊക്കെ ഉണ്ടാവാറുള്ളൂ? അത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ക്ഷീണമാണോ? ഇത്ര നേരത്തെ ആദ്യമായിട്ട് വരികയാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാറുള്ളത്. അപ്പോൾ എന്തായാലും ആളുകൾ വോട്ട് ചെയ്യാൻ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്നതനുസരിച്ചാണ് എങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല പോളിംഗ് ശതമാനത്തിൽ എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം ഒരു ക്യൂ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ 184 വെട്ടിക്കുത്ത് LP സ്കൂളിലെ 184 ബൂത്തിലേക്ക് ഷൗക്കത്തും വോട്ട് ചെയ്യാൻ എത്തും. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നത് 4 ബൂത്തുകളാണ്. ആ 4 ബൂത്തുകളിലും ഈ നിലവിൽ അത്യാവശ്യം ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 184 നമ്പർ ബൂത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ 202 നമ്പർ ബൂത്തിൽ M സ്വരാജ് വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ മുരളീധരൻ നായരും ഉണ്ടായിരുന്നു. നിലമ്പൂർ ആയിഷ വോട്ട് രേഖപ്പെടുത്തി തിരികെ പോവുകയും ചെയ്തു. വളരെ ആത്മവിശ്വാസത്തിലാണ് ഓരോരുത്തരും ഉള്ളത്. എങ്ങനെയാണ് വരിക എന്നത്, ഈ പറഞ്ഞ ജീവൻ മരണ പോരാട്ടം അത് നേരിട്ട് കാണുന്ന വളരെ ചുരുക്കം ചില സമയങ്ങളാണ് ഉണ്ടാവുക. നിലമ്പൂരിൽ ഇപ്പോഴതാണ് അവസ്ഥ.
വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ PV അൻവർ ഒരു വലിയ ഫാക്ടറായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ശരിക്കും അപ്രവചനീയമായ ഒരു മത്സരം നടക്കുന്നുണ്ട്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് അറിയാം, നേരിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ നടക്കുന്ന ഒരു പോരാട്ട തീവ്രതയ്ക്ക് അപ്പുറത്ത് പ്രത്യേകിച്ച് അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവുന്നു. BJPക്ക് എത്രമാത്രം വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം വരുന്നു. ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ്, രണ്ട് പ്രബലർ നേർക്കുനേർ നിൽക്കുമ്പോൾ അപ്രവചനീയമായ ഒരു മത്സരം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന്റെ വീറും വാശിയും ഒക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ എന്നാണ് നമ്മളിപ്പോൾ അറിയാനിരിക്കുന്നത്. രാവിലെ എന്തായാലും തരക്കേടില്ലാത്ത പോളിംഗ് ഉണ്ട്, തരക്കേടില്ലാത്ത ക്യൂ ഉണ്ട് എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ സംഘം സമഗ്ര കവറേജുമായി അവിടെ നിന്നുമുണ്ട്. നമ്മുടെ വിവിധ പ്രതിനിധികളൊക്കെ അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ എല്ലാവരും ഉഷാറല്ലേ? ഉഷാറായി തന്നെ ഇരിക്കും. നമുക്ക് നിലമ്പൂരിലെ ഓരോ നിമിഷത്തെയും വിവരങ്ങൾ വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. നിലമ്പൂരിൽ നിന്നും സമഗ്ര കവറേജുമായി നമുക്ക് ഒപ്പം ചേരുന്ന പ്രതിനിധികൾ അമൽ തേനുംപറമ്പിൽ, ഇംതിയാസ് കരീം, രാഗിൻ, അരുൺ, അമർനാഥ്, ഷിനോജ്, എസ്റ്റി തുടങ്ങിയവരാണ്. ഇവരെല്ലാവരും എല്ലാ വിവരങ്ങളും ഓരോ നിമിഷവും നമ്മളിലേക്ക് എത്തിക്കാൻ സജ്ജമാണ്. അനുനിമിഷം നിലമ്പൂരിൽ ഒരു ഇല അനങ്ങിയാൽ റിപ്പോർട്ട് ചെയ്യും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ. സജ്ജമാണ് മാതൃഭൂമി ന്യൂസ് ഈ വോട്ടിങ്ങിന്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. വലിയ പ്രചാരണ കോലാഹലങ്ങളാണ് നടന്നത്. ഇപ്പോൾ M സ്വരാജ് വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.